Welcome to GP Hospital's MedChat live session, Heart and Hustle, Cardiac Health for Fit Generation. Myself, Dr. Amina. As fitness enthusiasts, we always push ourselves to new goals. But are we prioritizing our heart health in the process? And what better to discuss this than on the eve of World Heart Day, September 29th? Today, we are tackling the growing concern of cardiac issues among youngsters and fitness enthusiasts. We have Dr. Girish, sir, Senior Cardiology Consultant, GG Hospital, and Mr. Roland, Fitness Trainer, Gold Star. Thanks, Amina, and welcome, Coach. So, ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് മെഡി ടോക്ക് ആണ്. നമ്മുടെ മെഡി ടോക്കിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആൻഡ് കാർഡിയാക് ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ന്യൂസ് ആണ് ഫിറ്റ്നസ് സെന്ററിൽ വെച്ചിട്ട് യങ്സ്റ്റേഴ്സ് കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ. സോ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു ഫിറ്റ്നസിനോടുള്ളതിനേക്കാളും ഒരു കമ്പം നമ്മളുടെ ഒരു മീൻസ് മസിൽ മാനിയ പോലത്തെ ഒരു സംഭവമാണോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് ഉള്ളത്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈം ഫ്രെയിമിൽ മാത്രം അക്വയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മുടെ ഏത് ഏജിലും നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ പ്രോപ്പർ ഫിറ്റ്നസ്സിലോട്ട് എത്തേണ്ട ഒരു പാത്ത് എന്ന് പറയുന്നത് ഷോർട്ട് അല്ല, അത് ഇറ്റ്സ് എ ലോങ് പാത്ത്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ടോട്ടലി ഫിസിക്കലി ഫിറ്റ് ആകണം, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാമിന എനിക്ക് ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കാൻ പാടില്ല. അതിൻ്റെതായ ഒരു ടൈം ഫ്രെയിമും അതിൻ്റെതായ ഒരു പാറ്റേൺ ഓഫ് വർക്ക്ഔട്ടും ഒരു സർട്ടിഫൈഡ് കോച്ചിന്റെ കീഴിൽ നമ്മൾ ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് ഉണ്ട്. സോ നമ്മളുടെ ആ ഒരു കേപ്പബിലിറ്റിക്ക് ഓവറായിട്ടുള്ള എക്സേർഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലംസിന് കാരണമാകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നമ്മളുടെ ഒരു എക്സസൈസ് കാപ്പബിലിറ്റിക്കും കൂടുതലായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന്റെ മസിൽസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയാം. അത് കാരണം നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ഈവൻ സഡൻ കാർഡിയാക് ഡെത്ത് വരെ ഉണ്ടാകാം. അപ്പം ഇതാണ് ഈ ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഇൻ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഡ്യൂറിങ് ഫിറ്റ്നസ് ട്രെയിനിങ് നമ്മളിപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നതെന്നാണ് എൻ്റെ ഒരു വീക്ഷണം. നമ്മുടെ കോച്ചിന്റെ അഭിപ്രായം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ഓരോ സെറ്റിനിടയിലുള്ള നമുക്ക് ആ റെസ്റ്റ് പീരീഡ് ഉണ്ട്. റീട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മസിൽസിനും ഹെവി വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇൻ ബിറ്റ്വീൻ സെറ്റിന്റെ ആ പീരീഡ് ഓഫ് റെസ്റ്റ് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് വാട്ടർ ഇൻടേക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഓരോ വാട്ടർ ഇൻടേക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവലി വേണം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് ലോങ് പീരീഡിലോട്ട്. അതാണ് ഞാനും സ്ട്രെസ് ചെയ്ത ഒരു മെയിൻ പോയിന്റ്. അതായത് നമ്മളൊരു ഫിറ്റ്നസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് ഒരു സർട്ടിഫൈഡ് കോച്ചിന്റെ അടുത്ത് പോയി ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്ക്ഔട്ട്സ് മാത്രമേ നമ്മൾ ബിഗിൻ ചെയ്യാവൂ. എന്നിട്ട് നമ്മുടെ സ്റ്റാമിന ഇംപ്രൂവ് ആകുന്നതനുസരിച്ചിട്ട്, നമ്മുടെ കാർഡിയോ ടോണിസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഹെവി എക്സർഷൻസിലോട്ടും ഹെവി വർക്ക്ഔട്ട്സിലോട്ടും പോവുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാം. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ആസ് കോച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് വേറെ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂഷ്വലി ഫുഡ് എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല. നമ്മുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് ടോട്ടലി എംറ്റി ആയതിനു ശേഷം മാത്രമേ നമ്മൾ വർക്ക്ഔട്ട്സ് പ്രോപ്പർ വേയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സോ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 2 to 3 hours ആഫ്റ്റർ ദ ഫുഡ് ഇൻടേക്ക്. അപ്പൊ അതിനുശേഷം മാത്രമേ നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാവൂ. പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സസീവ് സ്വെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വോളിയം കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് കുറയും. പക്ഷെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ വെള്ളവും കുടിക്കാതെ എക്സസൈസ് ചെയ്യുന്നത് ഒരിക്കലും അഭികാമ്യമല്ല, അത് നമുക്ക് അഡ്വൈസബിളും അല്ല. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോ വർക്ക്ഔട്ട്സ് കഴിയുമ്പോഴും നമ്മൾ
വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഇതൊക്കെ അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സാർ നമുക്ക് ജിമ്മിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ട്? ഇതല്ലാതെ നമുക്ക് പെട്ടെന്ന് സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാക്കുന്ന വേറെ പല കണ്ടീഷൻസ് ഉണ്ട്. കൺജന്റൽ ആയിട്ടുള്ള ചില കാർഡിയക് കണ്ടീഷൻസ് ഉണ്ട്. അത് ഔട്ട്സൈഡ് ആള് നോർമൽ ആയിരിക്കും, പക്ഷെ എക്സെപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ പ്രോബ്ലംസ് എല്ലാം എക്സിബിറ്റ് ആവുന്നത്. അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ബ്രുഗാഡ സിൻഡ്രോം, ആർവി ഡിസ്പ്ലേസിയ, അരിത്മോജനിക് ആർവി ഡിസ്പ്ലേസിയ, ലോങ് ക്യൂറ്റി സിൻഡ്രോംസ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്. അത് റെയർ ആണ്, പക്ഷെ അതുള്ളവർക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റബിലിറ്റിയും അത് കാരണം സഡൻ കാർഡിയക് ഡെത്ത് എല്ലാം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓൾവേസ് നമ്മൾ ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ കാർഡിയാക് സ്റ്റാറ്റസും അസസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാമിനയും അസസ് ചെയ്യണം, നമ്മുടെ എക്സസൈസ് ടോളറൻസ് അസസ് ചെയ്യണം. അതിന് ബേസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആക്ച്വലി നമുക്ക് ഒരു പ്രോപ്പർ ഒരു ഫിറ്റ്നസ് ക്ലബിലാകുമ്പോൾ നമുക്ക് ആദ്യം ഒരു കസ്റ്റമറിനെ നമുക്ക് അവരുടെ പ്രോപ്പറായിട്ട് നമ്മൾ അവരുടെ ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കും, അസസ്മെന്റ് എടുത്ത് അവർക്കൊരു കാർഡിയോ ടെസ്റ്റ് നമ്മൾ നോർമലി കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഒരു ഏകദേശം. സർ, മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്? എക്സസൈസ് ടൈപ്സ് പല ടൈപ്സ് ഉണ്ട്. അതിൽ മീൻസ് മെയിൻലി പറയുകയാണെങ്കിൽ ഐസോട്ടോണിക് ആൻഡ് ഐസോമെട്രിക്, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നമ്മുടെ എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ടൈപ്പ് ഓഫ് എക്സസൈസസ്. നമ്മൾ കൂടുതലും നമ്മുടെ ഫിറ്റ്നസിനും ഹാർട്ടിനും കാർഡിയാക് ഹെൽത്തിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എപ്പോഴും ഡൈനാമിക് എക്സസൈസ് ആണ്, എയറോബിക് എക്സസൈസ് ആണ്. നമ്മുടെ വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, അങ്ങനെയുള്ള എക്സസൈസ്. ഡെഫിനറ്റ്ലി നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനും എല്ലാം നമുക്ക് കുറച്ചൊക്കെ പവർ ലിഫ്റ്റിംഗ് എക്സസൈസ് ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡൈനാമിക് ടൈപ്പ് ഓഫ് എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസിനായിരിക്കണം. എന്താണ് കോച്ച് റെലിന്റെ ഒപ്പീനിയൻ അതിനെപ്പറ്റി? കൂടുതൽ കാർഡിയോ സ്റ്റാമിന നമുക്ക് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കിപ്പോ ഒരു എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഷോർട്ട് ടൈമിൽ തന്നെ ഒരു 20 മിനിറ്റ്സിൽ ഒരു ചെറിയൊരു ഹൈ ഇന്റൻസിറ്റി കാർഡിയോ ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എനിക്കൊരു ഇതിലൊരു മെസ്സേജിൽ ഒരു ആള് ചോദിച്ചിരിക്കുകയാണ്, ഫിറ്റ് ഇൻഡിവിജ്വൽസ് മൈറ്റ് എക്സ്പീരിയൻസ് വാട്ട് കാർഡിയാക് പ്രോബ്ലംസ് ഡ്യൂറിങ് എക്സസൈസ്, ഹൗ ടു അവോയ്ഡ് ദിസ്. ഓക്കെ, സോ അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഫിറ്റ്നസിന്റെ ഒരു പ്രോപ്പർ അസസ്മെന്റ് നമ്മൾ നടത്തണം. കാരണം നമ്മുടെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കാർഡിയാക് പോയിന്റ് ഓഫ് വ്യൂ അസസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ്, നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, പക്ഷെ നമ്മളുടെ സ്റ്റാമിനയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നതിന്റെ ആ ഒരു ആക്സിലറേഷൻ ടൈം. അതിൽ ഫിറ്റ് ആയ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫോർ ദ ടൈം നമ്മുടെ ബേസ് ലൈൻ ഹാർട്ട് റേറ്റ് 80 ആണെന്ന് വെച്ചോ, നമ്മളുടെ ഒരു മെറ്റബോളിക് ഈക്വലന്റ് 5 മെറ്റബോളിക് ഈക്വലന്റിനുള്ള ഒരു വർക്കില് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു ഫിറ്റ് ഇൻഡിവിജ്വലിന് 90 വരെ പോകത്തുള്ളൂ. പക്ഷെ അത്രയ്ക്കും സ്റ്റാമിന വന്നിട്ടില്ലാത്ത ഒരാൾക്ക് ഇറ്റ് മേ ഗോ അപ് ടു 120. അപ്പൊ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, നമ്മുടെ ഒരു വർക്ക് ലോഡ്, നമ്മുടെ ഒരു ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയും, അത് ഒരു 220 - 8, അതായത് ഒരു 45 വയസ്സുള്ള ഒരാൾക്ക് 220 - 45, അതാണ് പുള്ളിക്കാരന്റെ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർട്ട് റേറ്റ്. അതിലും കൂടുതൽ ഹാർട്ട് റേറ്റിലോട്ട് പുള്ളിക്കാരൻ പോവുകയാണെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും അത് കാരണം ഹൃദയാഘാതം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഔട്ട്സൈഡ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, നമ്മളുടെ ഒരു എക്സസൈസ് ടോളറൻസ് നമ്മളത് അസസ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ട്രെഡ്മിൽ ടെസ്റ്റ് ആണ്. സോ നമ്മൾ ഫിറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എന്തായാലും ഓൾവേസ് ബെറ്റർ ടു ഡേ എക്സസൈസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, എക്സസൈസുമായിട്ടുള്ള നമ്മുടെ കാർഡിയക് കോമ്പിറ്റൻസ് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. സോ ഓൾവേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും പറയുകയാണ്, ഒരു കാർഡിയക് അസസ്മെന്റ് നടത്തുന്നത് നല്ലതായിരിക്കും. നമുക്ക് സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ് സെന്റർ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിന്റെ കീഴിൽ നമുക്കതൊരു ഷെഡ്യൂളിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും.
ബേസിക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞതിൽ നമ്മളൊരു ഫിറ്റ്നസ് ജിമ്മിൽ എന്തെല്ലാമാണ് അതിൽ വേണ്ടത്? ഇതിൽ ഒരു ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളിപ്പോ ഒരു പ്രോപ്പറായിട്ട് ഒരാളിനെ നമ്മൾ അസസ്മെന്റ് ചെയ്യണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അവരുടെ ഹെൽത്ത്, അവർക്ക് നേരത്തെ എന്തെങ്കിലും ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ അത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പം അവർക്ക് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണോ, അപ്പൊ അതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന രീതിയിൽ. പിന്നീട് അവരുടെ റൊട്ടീൻ എങ്ങനെയാണ്, അവരുടെ ഉറക്കം, അവരുടെ വർക്ക് ഷെഡ്യൂൾ എങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളത് പേഴ്സണലി നമ്മളത് അറിഞ്ഞതിന് ശേഷമാണ് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും എല്ലാം. നമ്മുടെ കാർഡിയക് ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ്? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. കൻ യു റിപ്പീറ്റ് വൺസ്? നമ്മുടെ കാർഡിയക് ഹെൽത്ത് ഓവറോൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. അതായത് ഫുഡ് ഷുഡ് കണ്ടെയ്ൻ മോർ ഓഫ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മോർ ഓഫ് വാട്ടർ, ദെൻ ലെസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, ലെസ് ഓഫ് സ്വീറ്റ്നസ്, ആൻഡ് പ്രോട്ടീൻസ് ആണെങ്കിൽ മോർ ഓഫ് ഫിഷ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സ്, ലെസ് ഓഫ് മീറ്റ് ആൻഡ് മീറ്റ് പ്രോഡക്ട്സ്. അപ്പൊ നമ്മുടെ ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോച്ച് സ്ട്രെസ് ചെയ്ത പോയിന്റ്, നമ്മളുടെ സ്ലീപ്ലെസ് ആയിട്ട്, അതായത് നമ്മുടെ നല്ല രീതിയിൽ ഉറങ്ങാതെ പ്രോപ്പർ റെസ്റ്റ് എടുക്കാതെ നമ്മൾ ഒരിക്കലും വർക്ക്ഔട്ട്സിനോട്ട് പോവാൻ പാടില്ല. സോ ടേക്ക് റെസ്റ്റ് പ്രോപ്പർലി ആൻഡ് ദെൻ ഓൺലി ഡു യുവർ വർക്ക്. പിന്നെ നമ്മളുടെ ഒരു എല്ലാ ഡെയിലി നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്ന ഒരു കാര്യം 45 minutes to 1 hour എക്സസൈസിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെയാണ് ഡെയിലി നമ്മൾ എപ്പോഴും ഒന്ന് ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് പലപ്പോഴും IT പ്രൊഫഷണൽസ്, ഈവൻ ഡോക്ടേഴ്സ് ആയിട്ട് നമ്മൾ OP ഒത്തിരി ടൈം ഇരിക്കുമ്പോൾ മേ ബി ഇൻ ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് വൺസിന് ഒരു മണിക്കൂറെങ്കിലും ഉള്ള ഒരു സെഡൻഡറി വർക്കിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് എഴുന്നേക്കുക. മേ ബി ഗോ ആൻഡ് see your friend, a little bit of chit chat with your colleagues. So നമ്മളൊന്ന് മൂവ് ഔട്ട് ചെയ്യുക. മേ ബി നമ്മൾ ലിഫ്റ്റ് അധികം നമ്മൾ മീൻസ് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യാതെ സ്റ്റെയർ കേസസ് യൂസ് ചെയ്യുക. ദീസ് ആർ ഓൾ സിമ്പിൾ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു. പക്ഷെ പലപ്പോഴും നമ്മൾ many of us won't be sticking on to those things. അപ്പം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാമിന ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഇംപ്രൂവ്. അതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഫോർ എ ബെറ്റർ കാർഡിയാക്. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ നമ്മൾ വാമപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എക്സസൈസിലോട്ട് നമ്മൾ കടക്കാൻ. ഒരു നമ്മളൊരു പെട്ടെന്ന് തന്നെ ഡയറക്റ്റ്ലി ഒരു ഹൈ ഇന്റൻസിറ്റിയിലോട്ട് പോകുന്നത് നല്ലതല്ല. നമ്മൾ ഗ്രാജുവലി വേണം ബോഡി നന്നായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്തതിനു ശേഷം വേണം നമ്മൾ എക്സസൈസിലോട്ട് പ്രോപ്പറായിട്ട് പോകാനായിട്ട്. എത്ര ടൈം ലിമിറ്റ് ആണ് അതിന് വേണ്ടി പറയുന്നത്? നമുക്ക് എക്സസൈസ് ആക്ച്വലി നമുക്കൊരു 45 to 1 hour ടോട്ടലി മതി. അപ്പൊ നമ്മള് ജിമ്മിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, പിന്നെ കുറച്ച് ചെറുതായിട്ടൊന്ന് വാക്കിങ്ങും, പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോകുക. ചിലപ്പോൾ നമ്മളിപ്പോ ഒരു ഉറക്കം അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഗ്രാജുവലി വന്ന് ഡയറക്ട്ലി വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോകുമ്പോൾ ആണ് ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? അതിന് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം വൺ ഓഫ് ഫ്രണ്ട്സ്, ബ്രാഡിക്കാർഡിയ ഡിസീസ് ഉള്ള ഒരാൾ വർക്ക്ഔട്ട് ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അതൊന്ന് ഞാൻ ആൻസർ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ആണ്, നമ്മളുടെ ഒരു ഫിറ്റ്നസിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 60 to 70 ആകുന്നതാണ് നമ്മുടെ ഒരു സ്റ്റാമിനയുടെ ഒരു ബേസിക് ഇൻഡിക്കേഷൻ. എന്ന് വെച്ചിട്ട് നമ്മുടെ സൈനസ് നോട്ട് ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഡീജനറേറ്റീവ് പ്രോസസ് വരുമ്പോഴും ഇതേപോലെ നമ്മൾ ഹാർട്ട് റേറ്റ് കുറയുന്ന ഒരു ടെൻഡൻസി കാണും. പക്ഷെ അങ്ങനെയുള്ളവരുടെ ഹാർട്ട് റേറ്റ് കൂടുന്നവരുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഇല്ലെങ്കിൽ അത് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഓടുന്ന സമയത്ത് നമ്മളുടെ ഹാർട്ട് റേറ്റ് ഇപ്പൊ 60 ഹാർട്ട് റേറ്റ് ഉള്ള ഒരാളുടെ ഹാർട്ട് റേറ്റ് ഇറ്റ് ഷുഡ് ഗോ അപ്പ് മേ ബി 100 ഓർ മോർ ദാൻ 100 വരേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹെവി എക്സസൈസ് അല്ലെങ്കിൽ ആ ഓടുന്ന എക്സസൈസ് നമുക്ക് പ്രോപ്പർ വേയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് ചെയ്യുന്നാൽ മാത്രമേ നമ്മുടെ മസിൽസിലോട്ടെല്ലാം പ്രോപ്പർ വേയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യത്തുള്ളൂ, നമുക്ക് എക്സസൈസ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ
ഇപ്പൊ സപ്പോസ് നമ്മളുടെ ഒരു 60 ആണ് നമ്മുടെ ബേസിക് ഹാർട്ട് റേറ്റ്. നമ്മൾ ഒരു വർക്ക് ചെയ്തു, അതായത് നമ്മൾ ഓടിയപ്പോഴേക്കും നമ്മുടെ ഹാർട്ട് റേറ്റ് 100ന് മുകളിൽ പോയി. നമുക്ക് ആ വർക്ക് പ്രോപ്പർ വേയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ പ്രോപ്പർ ഫിറ്റ് അല്ലാത്ത ഒരാള് 60 ഹാർട്ട് റേറ്റ് ഉള്ള ഒരാളാണെന്ന് വെച്ചോ, പ്രോപ്പർ ഫിറ്റ് അല്ലാത്ത ഒരാള് പെട്ടെന്ന് നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ മേ ബി ഹിസ് ഹാർട്ട് റേറ്റ് വെന്റ് അപ് ടു 140 or 150. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെറ്റീഗ്ഡ് ആകും, നമുക്ക് പെട്ടെന്ന് ഫെറ്റീഗ് ആയി പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണമെന്നുള്ളതാണ് അതിന്റെ മീനിങ്. നമ്മൾ ഫിറ്റ്നസ് കുറച്ചുകൂടെ കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ ചില ആൾക്കാർ ബ്രാഡിക്കാർഡിയ ഉള്ള ആൾ, പക്ഷെ പുള്ളിക്കാരൻ എത്ര എക്സേർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഓടുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഹാർട്ട് റേറ്റ് സൈനസിനോ ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയുള്ള ഒരാൾക്ക് ഹാർട്ട് റേറ്റ് കൂടത്തില്ല. അതായത് 60, അത് മാക്സിമം 70 പോകത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകും. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ജിമ്മിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഉള്ള പേഴ്സൺസിനോട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ആരാണ് ഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻ ഈസ് ടു ഫിറ്റ്നസ് ട്രെയിനർ. ആക്ച്വലി നമ്മൾ ഒരു ക്ലയന്റ് വരുമ്പോൾ നമ്മൾ അവർ ഫിറ്റ് ടെസ്റ്റ് എടുക്കും. ആക്ച്വലി അസസ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് അവരെ ആക്ച്വലി അറിയാൻ പറ്റും, ഒരു ബിഗിനർ ആണോ, ഒരു ഇന്റർമീഡിയറ്റ് ആണോ, ഒരു അഡ്വാൻസ് ലെവൽ ആണോ. അപ്പം നമുക്കത് ഗ്രാജുവലി നമ്മൾ അത് ക്ലയന്റും നമ്മൾ ഫിറ്റ്നസ് മാനേജറും ഡിസ്കഷനും മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ആ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് എന്തെല്ലാമാണ് പറഞ്ഞു കൊടുക്കുക ഈ ഒരു ഹൃദയദിനത്തിൽ, ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കാർഡിയക് ഫിറ്റ്നസിന് വേണ്ടി കൊടുക്കുന്നത്? ഓക്കെ, കാർഡിയാക് ഫിറ്റ്നസ് നമ്മൾ മെയിൻലി ആസ് എ ഹോൾ എന്താ പറയാനുള്ളത്, നമ്മൾ ഈ വർഷത്തെ ഒരു വേൾഡ് ഹാർട്ട് ടീം തന്നെ അത് ഒരു ബിഗ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നത്. അതായത് എന്തൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു മെയിൻലി ഞാനൊരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഹെൽത്ത് ടിപ്സ് പോലെ എനിക്ക് 5 ടിപ്സ് ആണ് പറയാനുള്ളത്. ഒന്ന്, യുവർ ഫുഡ് ഷുഡ് ബി ഹെൽത്തി. നേരത്തെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഹെൽത്തി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഫാറ്റ് ആൻഡ് ഫാറ്റി പ്രോഡക്ട്സ് ആൻഡ് സോൾട്ടിന്റെ അളവ് കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂട്ടുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് തന്നെ. ദർ ഷുഡ് ബി എ റെഗുലാരിറ്റി ഇൻ ദ എക്സസൈസ്. നമ്മുടെ കോച്ചും പറഞ്ഞു നമ്മൾ ഡെയിലി എക്സസൈസ് എത്രയാ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 minutes to 1 hour. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 hours ഇൻ ദ മോർണിംഗ് ആൻഡ് 3 hours ഇൻ ദ ഈവനിങ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന പലരെയും എനിക്ക് പേഴ്സണലി തന്നെ അറിയാവുന്നതാണ്. സോ അത് അങ്ങനെ നമ്മൾ റെഗുലർ എക്സസൈസ് ആണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ ഒരു ദിവസം നമ്മൾ 6 hours പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 weeks കഴിഞ്ഞാണ് അടുത്ത എക്സസൈസ്, അങ്ങനെ ചെയ്യരുത്. ഡെയിലി നമുക്ക് പറ്റുന്ന ഒരു 45 minutes to 1 hour എക്സസൈസ് വേണ്ടി മാറ്റി വെക്കരുത്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ തേർഡ് പോയിന്റ് ഈസ് ഓൾവേസ് ബി അവേ ഫ്രം ഓൾ സോർട്സ് ഓഫ് അഡിക്ഷൻസ്, സ്മോക്കിംഗ്, ഡ്രഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുക. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് സ്ലീപ് പ്രോപ്പർലി, സ്ലീപ് വെൽ. ഒരു 6 to 8 hours ഓഫ് സ്ലീപ് ഫോർ ഡെയിലി നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ് തിങ് ഈസ് ഓൾവേസ് ബി ഹാപ്പി, ഓൾവേസ് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. വളരെ ഈസിയാണ് അത് പറയാനായിട്ട്, പക്ഷേ ഡു യുവർ വർക്ക് ആൻഡ് ഓൾവേസ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ് ആൻഡ് ഓൾവേസ് ബി സ്ട്രെസ് ഫ്രീ ഫോർ അവർ ലോങ് ഹെൽത്തി ലൈഫ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ ഡയബറ്റിക് ആണ്, ഹൈപ്പർടെൻസീവ് ആണ്, കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക, അതെല്ലാം അതിന്റെ കറക്റ്റ് ലിമിറ്റിനകത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തി ഹാർട്ടിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ, ക്യാൻ പീപ്പിൾ വിത്ത് ഹൈ ബി പി ഗോ ടു ജിം? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഒന്ന് ആൻസർ. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും BP കൂടുതലായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം തന്നെ അതാണ്. നിങ്ങൾ മീൻസ് യു വാക്ക് ഡെയിലി, run daily and come back, we will check the BP next and then we will start medicines. സോ ഓൾവേസ് നമ്മളുടെ ഈ ഫിറ്റ്നസ് കുറച്ച് ബെറ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ BP റീഡിങ് കുറച്ചുകൂടെ ബെറ്റർ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ BP ഉള്ളവർ ജിമ്മിൽ പോകരുതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇഫ് യുവർ BP is extremely high, definitely you may have to start some medicines. Along with the medicines you have to be fit also. കാരണം അതിന് എക്സസൈസ് ചെയ്ത് ഗ്രാജുവലി ദ റിക്വയർമെന്റ് ഓഫ് ദ മെഡിസിൻ ഓൾസോ വിൽ കം ഡൗൺ. സാർ, എങ്ങനത്തെ നമ്മൾക്ക് സാറിന് സജസ്റ്റ് ഫിറ്റ്നസ് സെന്റർ ഇപ്പം ഓരോ ആൾക്കാരും പല ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട്, അപ്പം എങ്ങനത്തെ ഫിറ്റ്നസ് സെന്റർ ആണ് സാറ് സജസ്റ്റ് ചെയ്യുന്നത് ആൾക്കാർക്കായിട്ട്? അതെ, അതൊരു റെലവന്റ് പോയിന്റ് ആണ് നമ്മുടെ കോച്ച് ചോദിച്ചത്.
അതായത് ഇപ്പൊ നമ്മള് ജിം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുക്കിനും മൂലയ്ക്കും ഇഷ്ടംപോലെ ജിംസ് ഉണ്ട്. സോ ഓൾവേസ്, പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ ഡേ പ്രോസസ് ഓർ എ 1 month പ്രോസസ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. നമ്മൾ ജീവിതം മുഴുവനും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. സോ അത് നമ്മൾ ഒരു പ്രോപ്പർ കോച്ചിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സം വർക്ക്ഔട്ട്സ് അലോൺ. അത് അതിന്റെ ആ കറക്റ്റ് മെത്തേഡിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സോ അതിലേക്ക് എപ്പോഴും നമ്മൾ ഒരു സർട്ടിഫൈഡ് ഒരു ഫിറ്റ്നസ് ട്രെയിനറെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മീൻസ് കുറച്ചു കാലം ജിമ്മിൽ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് ചെയ്യുന്ന ഒരാളുടെ അല്ല, ഒരു പ്രോപ്പർ സർട്ടിഫൈഡ് കോഴ്സ് ചെയ്ത ഒരു ജിം ട്രെയിനർ നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ആഫ്റ്റർ ഒരു പ്രോപ്പർ ജിം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പോലും അവിടെ ഒരു ഫിറ്റ്നസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും പാടുള്ളൂ. ഒരു നോർമൽ ആക്ടിവിറ്റി ആസ് വി യൂസ് ടു സേ, നമ്മുടെ നോർമൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളൊരു എക്സസൈസ് വേണം. അതായത് 45 minutes തൊട്ട് 1 hour വരെ നമ്മൾ നടക്കുന്ന ശീലം, അല്ലെങ്കിൽ ഓടുന്ന ശീലം, അല്ലെങ്കിൽ സ്വിമ്മിങ്, എന്തെങ്കിലും ഒരു എക്സസൈസ് പാറ്റേൺ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ നമ്മൾ ജിമ്മിൽ പോയി ഒരു ഹെവി എക്സേർഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ അത്ലറ്റ്സ് അവർക്ക് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടർ ആമിന പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അവരുടെ കാർഡിയക് സ്റ്റാറ്റസ് അസസ് ചെയ്യണം. വേറെ ഹാർട്ട് ഡിസീസ് ഒന്നും, കൺജന്റൽ ഹാർട്ട് ഡിസീസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അരിത്മോജനിക് റൈറ്റ് വെൻട്രിക്കുലർ ഡിസ്പ്ലേസിയ, ലോങ് ക്യൂറ്റി, അതൊന്നും ഇല്ല എന്നൊന്ന് കൺഫേം ചെയ്യുക. ദെൻ അവരുടെ ടോളറബിലിറ്റി അസസ് ചെയ്യുക. Then go to a certified gym trainer, choose a certified gym trainer, and then start your intense workout. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. Sir, I think there's one more question. So let's wind up the session. So as we conclude today's VetShed, remember that every heartbeat is a gift. So let's pledge to prioritize our heart health, spread awareness, and support one another in this journey led by GG Hospital. Thank you. Thank you so much, sir. Thank you, Giri, sir. Thank you, Mr. Thank you, Dr. Amina, and thank you, coach. Thank you.